സോ ആദ്യം എന്താണ് ബോണസ് ഷെയർസ്? നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്, ആർക്കാണ് കൊടുക്കുക? പുതിയ ഷെയർ ഹോൾഡേഴ്സിനല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിന് നമ്മൾ ഷെയർ കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോണസ് ഷെയർസ്. ഈ ബോണസ് ഷെയർസ് നമുക്ക് 3 ഫണ്ടുകളിൽ നിന്നാണ് കൊടുക്കാൻ പറ്റുക. സോ അത് വരുന്നത് ഒന്ന് ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ക്യാപിറ്റൽ റിഡംഷൻ. ഏതൊക്കെ എവിടെയൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, അതേപോലെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഈ 3 സൈഡുകളിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഈ 3 ഏരിയകളിൽ നിന്നാണ് നമുക്ക് ഫണ്ട് കൊടുക്കാൻ കഴിയുക. ഓക്കെ, നൗ ഫ്രീ റിസർവിൽ എന്തൊക്കെ പെടും? നമ്മളുടെ ജനറൽ റിസർവും ഒക്കെ നമ്മളുടെ ഫ്രീ റിസർവ്സ് ആണ്. P&L ഒക്കെ ഫ്രീ റിസർവ്സ് ആണ്. ഓക്കെ, ഇനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതെന്താ? ഒന്ന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അത് ഓതറൈസ് ചെയ്തിരിക്കണം. അതേപോലെ നമുക്ക് ഡിഫോൾട്ടുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്താ ഡിഫോൾട്ട്? ഡിഫോൾട്ട് നമ്മൾ ലോണോ ഡിബെഞ്ചറിന്റെ എമൗണ്ടോ ഡെപ്പോസിറ്റിന്റെ എമൗണ്ടോ അതിന്റെ ഇൻട്രസ്റ്റോ നമ്മൾ ഡിഫോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് ബോണസ് ഷെയർസിന്റെ കണ്ടീഷൻ. അപ്പൊ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ആർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണസ് ഷെയർസ്. എന്ത്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ് റൈറ്റ് ഷെയർസും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഫ്രീ ഓഫ് കോസ്റ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബോണസ് ഷെയർസ്. എവിടുന്ന് നമുക്ക് എടുക്കാം? ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റി പ്രീമിയം, CRR. എന്ത് ചെയ്തിരിക്കണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അനുവദിക്കുകയും ചെയ്യണം. ഡിഫോൾട്ട് ഒന്നും വരുത്താനും പാടില്ല. ലോണോ അല്ലെങ്കിൽ ഡിബെഞ്ചറുകളോ ഡെപ്പോസിറ്റുകളോ ഇതിലൊന്നും ഡിഫോൾട്ട് വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ക്ലിയർ? ഓക്കെ, പുതിയ സിലബസ് ഇല്ലേ CS, പുതിയ സിലബസ് എഴുതണവര് നിങ്ങൾക്ക് മൊത്തത്തിൽ പ്രോബ്ലം ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടുക്കണോന്നറിയില്ല, മൊത്തത്തിൽ പ്രോബ്ലം ആണ്. അവസാനത്തെ ഒറ്റ ക്വസ്റ്റ്യനിൽ മാത്രമേ തിയറി ഉള്ളൂ. പണ്ടത്തെ സിലബസ് ചെയ്യണവര് MCQ ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്യേണ്ടി വരും. ടെക്സ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയലോ ഏതെങ്കിലും മെറ്റീരിയലോ റീഡ് ചെയ്യേണ്ടി വരും. കാരണം തിയറി പ്ലസ് പ്രാക്ടിക്കലാണ്. ഓക്കെ, ബോണസ് ഷെയർസിന്റെ ജേർണൽ എൻട്രി. ബോണസ് ഷെയർസിന്റെ ജേർണൽ എൻട്രി. ഇവിടെ ക്യാഷ് കളക്ട് ചെയ്യേണ്ടി വരുമോ? ക്യാഷ് കളക്ഷൻ വരുമോ? ഫ്രീ ഷെയർസ് ആണ്. സോ ക്യാഷ് കളക്ഷൻ വരില്ല. സോ ഡയറക്ട്ലി നമ്മൾ എന്തിലേക്കാ പോവാ? ഡ്യൂ എൻട്രി അല്ലെങ്കിൽ അതിന്റെ മെയിൻ എൻട്രിയിലേക്കാണ് പോവുക. സോ ഫസ്റ്റ് എൻട്രി എന്താ? P&L അക്കൗണ്ട് ഡെപ്റ്റർ, P&L അക്കൗണ്ട് ഡെപ്റ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ,
ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഓൺലി, ബ്രാക്കറ്റിൽ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഓൺലി ഡെപ്റ്റർ. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിന്റെ ബ്രാക്കറ്റിൽ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ഓൺലി ഡെപ്റ്റർ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം ഒക്കെ പറയാം, ഡെപ്റ്റർ കഴിയുമ്പോൾ ഞാൻ പറയും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. Second entry, bonus shareholders account debtor to share capital, bonus shareholders account debtor to share capital, bonus shareholders account debtor to share capital. അവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റലിലേക്ക് ബോണസ് ഷെയർസ് ആഡ് ചെയ്തു. സോ ഫസ്റ്റ് എൻട്രി എന്താണ്? സകല റിസർവ് അക്കൗണ്ടും ഡെപ്റ്റർ ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് എത്ര രൂപയുടെ ഷെയറുകളാണോ നമ്മൾ ബോണസ് കൊടുക്കുന്നത് ആ ഫണ്ട് മൊത്തം നമ്മൾ ഏതെങ്കിലും ഒരു റിസർവിൽ നിന്ന് എടുക്കണം. അപ്പൊ ഈ റിസർവുകളുടെ ബാലൻസ് അനുസരിച്ചിട്ട് നമ്മൾ അത് എടുക്കുന്നതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തത് എന്താ? അതിനെ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? സോ ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? ക്വസ്റ്റ്യൻ എഴുതാം, ക്വസ്റ്റ്യൻ എഴുതാം, എഴുതിക്കോളൂ. Following items appears in the trial balance of Bharat Limited. Following items appear in the trial balance of Bharat Limited as on 31st March 2023. As on following items appear in the trial balance of Bharat Limited as on 31st March 2023. 31st March 2023. First item, 40,000 equity shares of 10 each. 40,000 40,000 equity shares of 10 each. 4 ലക്ഷം. 40,000 equity shares of 10 each. 4 ലക്ഷം. 2 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 55,000. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 55,000. സെക്യൂരിറ്റി പ്രീമിയം 30,000. സെക്യൂരിറ്റി പ്രീമിയം 30,000. ജനറൽ റിസർവ് 1,05,000. ജനറൽ റിസർവ് 1,05,000. സർപ്ലസ് ഇൻ P&L account 50,000. സർപ്ലസ് ഇൻ P&L account 50,000. 50. Surplus in P&L account 50,000. Okay. Then company decided to issue bonus shares. Company decided to issue bonus shares at the rate of 1 share for every 4 shares held. 1 share for every 4 shares held. It also specifies
It also specifies there should be a minimum reduction in free reserves. There should be a minimum reduction in free reserves. Reduction in free reserves. Pass necessary journal entries. Pass necessary journal entries. Pass necessary journal entries. So ആദ്യം നിങ്ങളൊന്ന് എൻട്രി ഇടാൻ നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വിട്ടുതരാം. It also specified there should be a minimum reduction in free reserve. കൊണ്ടില്ല ഇവിടെ വന്നിട്ട് വലിയ കാര്യം വണ്ടി അടിച്ചാൽ എന്നാ വരുമ്പോഴത്തേക്ക് കൊണ്ടിരിക്കുന്നതാണ്. ഇതെന്ത് സാധനം? അത് സെയിം സാധനല്ലേ? എൻട്രി സെയിം അല്ലേ? ഫുള്ളിൽ അതിലുള്ളത് ഈ എൻട്രിയില്ലേ? നടക്കണില്ലേ? So ഫസ്റ്റ് എന്താണ് നടക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു കമ്പനി ഉണ്ടല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ട്വിസ്റ്റ്, വളരെ ചെറിയ ട്വിസ്റ്റ്. ഓക്കെ, ഒരു കമ്പനിയാണ് ഉള്ളതാണ്. ഈ കമ്പനിയിൽ 40,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഉള്ളത്. കറന്റ് 40,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ആണുള്ളത്. പക്ഷെ കമ്പനി പറയാണ് കമ്പനിക്ക് ധാരാളം ബാലൻസുകൾ ഉണ്ട്. ഓൾറെഡി ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ അവര് 55,000 രൂപയുണ്ട്.
പിന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ അവർക്ക് 30,000 രൂപയുണ്ട്. അതേപോലെ ജനറൽ റിസർവ്സിൽ അവർക്ക് 1,05,000 രൂപയുണ്ട്. അതേപോലെ തന്നെ സർപ്ലസ് ആയിട്ട് അവരുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. സോ ഇത്രയും ഫണ്ട് അവരുടെ കയ്യിൽ കിടക്കുക. അപ്പൊ ഇത്രയും ഫണ്ട് വെറുതെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന് ശേഷം എന്താ ചെയ്യണം? ഷെയർസ് ഇഷ്യൂ ചെയ്യും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിക്കോട്ടെ കുറച്ചുകൂടി ഷെയർ എന്ന് വിചാരിച്ചിട്ട് അത് ഇഷ്യൂ ചെയ്യും. ഞാൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പറയാണ് 1 ഷെയർ ഫോർ എവരി 4 ഷെയർസ്. അതായത് 4 ഷെയർ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്നവർക്ക് എത്ര ഷെയർ കിട്ടും? 1 ഷെയർ കിട്ടും. ഓക്കെ, 4 ഷെയർ ഇപ്പൊ ഹോൾഡ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ 1 ഷെയർ കിട്ടും. സോ 40,000 എത്ര 4 ഉണ്ട്? മൊത്തം 40,000 ആണല്ലോ. 40,000 ഓരോ 4 ഷെയറിനും അല്ലേ എക്സ്ട്രാ 1 ഷെയർ കൊടുക്കുന്നത്. സോ 40,000 എത്ര 4 ഉണ്ട്? ഇൻറ്റു അവർക്ക് 1 ഷെയർ അല്ലേ കിട്ടുന്നത് അല്ലേ? സോ വീണ്ടും അത് എത്ര കിട്ടും? എത്ര കിട്ടുക? 40,000 ഡിവൈഡഡ് ബൈ 4, 10,000 ഇൻറ്റു 1. നമുക്ക് 10,000 ഷെയർസ് അല്ലേ ഇഷ്യൂ ചെയ്യേണ്ടത്? ഇത് എന്തായിട്ടാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ബോണസ് ഷെയർസ് ആയിട്ടല്ലേ ഇഷ്യൂ ചെയ്യേണ്ടത്. നൗ സാധാരണ ഒരു ഷെയർ ആണ് ഇത് ഇഷ്യൂ ചെയ്തിരുന്നെങ്കിൽ ഇത് എത്ര റേറ്റിനാ പോകേണ്ടത്? 10 രൂപക്കല്ലേ പോകേണ്ടത്. ഇത് നമ്മൾ അവരുടെ അടുത്ത് മേടിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ റിസർവ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ഇതാണല്ലോ ബോണസ് ഷെയർ. സോ 1,00,000 രൂപയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ? ഇതല്ലേ ക്രൂഷ്യൽ എമൗണ്ട്. ഈ 1 lakh നമ്മൾ എവിടുന്ന് എടുക്കും എന്നുള്ളതിലാണ് ബോണസ് ഷെയർസിന്റെ കൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നം അവർ പറയുന്നുണ്ട്. അതായത് ഫ്രീ റിസർവില് ഏറ്റവും കുറവ് എമൗണ്ട് ഫ്രീ റിസർവിൽ എടുക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് ചെയ്യാൻ. അതാണ് ലാസ്റ്റ് സെന്റൻസ്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ദാറ്റ് there should be a minimum reduction in free reserves. അതാണ് ഇതിലെ ട്വിസ്റ്റ്. ഓക്കെ, അപ്പോ ഏറ്റവും അവസാനമേ എന്ത് തൊടാൻ പറ്റൂ? ഫ്രീ റിസർവ് നമ്മൾ തൊടാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ഉണ്ട്? നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ റിസർവ് അവൈലബിൾ ഉണ്ട്. നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അവൈലബിൾ ഉണ്ട്. ദെൻ നമ്മുടെ അടുത്ത് എന്തുണ്ട്? ജനറൽ റിസർവ്സ് ഉണ്ട് അല്ലെ? ഈ ജനറൽ റിസർവ്സ് ആണ് എന്ത്? ഈ ജനറൽ റിസർവും സർപ്ലസും കൂടുന്നതാണ് എന്ത്? നമ്മളുടെ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനെ തൊടുന്ന സമയത്ത് നമ്മൾ അത് ഏറ്റവും ലാസ്റ്റ് അല്ലേ വെക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ ഇതല്ലേ ആ ഫ്രീ റിസർവ് എന്ന് പറഞ്ഞ. അപ്പോ CRR നമുക്ക് എത്ര എടുക്കാം? മാക്സിമം 55,000 രൂപ എടുത്താലോ. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമുക്ക് 30,000 രൂപ എടുക്കാലോ. ഓക്കെ, ജനറൽ റിസർവോ സർപ്ലസിൽ നിന്നോ, രണ്ട് ഫ്രീ റിസർവ് ആണ്, ഏത് വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. സോ 85, ബാക്കി 15,000 രൂപയല്ലേ അവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഡെബിറ്റ് ചെയ്യുക ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് ആദ്യത്തെ എൻട്രി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെ പ്രപ്പോർഷൻ ഒന്നുമില്ല. പക്ഷെ യൂഷ്വലി CRR ആണ് ആദ്യം എടുക്കുക, പിന്നെ നമുക്ക് ജനറൽ റിസർവ്, പിന്നെ സെക്യൂരിറ്റി പ്രീമിയം, അങ്ങനെയാണ് വരിക. പക്ഷെ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫ്രീ റിസർവിൽ നിന്ന് ഏറ്റവും മിനിമം എടുക്കുന്ന രീതിയിൽ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എന്താ? ഫ്രീ റിസർവ് മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് വിഹിതമായിട്ട് ഡിവിഡൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. സോ അത് അവർക്ക് പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത് ഫ്രീ റിസർവ് ഏറ്റവും മിനിമം ആയ രീതിയിൽ നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാതെ. ഇനി നിങ്ങളുടെ അറേഞ്ചിങ്ങിൽ ആദ്യം സെക്യൂരിറ്റി പ്രീമിയം വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ജനറൽ റിസർവിനെ ഏറ്റവും അവസാനത്തേക്ക് ഇടുക എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ഷെയർ ക്യാപിറ്റലിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണ്ടേ? സോ ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് debtor to share capital, that is 1 lakh. ക്ലിയർ ആണോ? ഇത്രയല്ലേ ഉള്ളൂ.
ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയാലോ? ഓക്കെ, ഞാൻ ഇതിനൊപ്പം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ബൈബാക്കിലുള്ള അതേ ഇഷ്യൂ തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ഷെയർ എന്താണ്, പാർട്ട്ലി പെയ്ഡപ്പ് ആണ്. കോള് വിളിക്കാണ്ടെങ്കിൽ വിളിച്ചെടുത്തതിന് ശേഷം മാത്രമേ ബോണസ് ഷെയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ബോണസ് ഷെയർസിന്റെ സെക്ഷനിൽ തന്നെ പറയുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഷെയറിലെ കോൾ അപ്പ് ചെയ്യാൻ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ബോണസ് ഷെയർസോ ബൈബാക്കോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ കോളിനെ വിളിച്ചെടുത്ത് ക്യാഷ് കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? ബോണസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എക്സാം ക്വസ്റ്റ്യൻ ആണ് CA. Then എഴുതാം. ഫോളോയിങ് ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് Solid Limited. Following is the balance sheet of Solid Limited. Following is the balance sheet of Solid Limited. ഈ എൻട്രി ഒന്നും എഴുതിയില്ല. Following is the balance sheet of Solid Limited. Okay. Capital. Liability side capital. 8,000 preference shares of 10 each. 8,000 preference shares of 10 each. 80,000. 8,000 preference shares of 10 each. 80,000. 90,000 equity shares of 10 each. 90,000 equity shares of 10 each. അതിന്റെ ബ്രാക്കറ്റിൽ 8 paid up. 8 paid up. അതിന്റെ ബ്രാക്കറ്റിൽ 8 പെയ്ഡ് അപ്പ്. തുക 7,20,000. 7,20,000. ജനറൽ റിസർവ് 1,60,000. ജനറൽ റിസർവ് 1,60,000. റീവാലുവേഷൻ റിസർവ് 35,000. റീവാലുവേഷൻ റിസർവ് 35,000. സെക്യൂരിറ്റി പ്രീമിയം 20,000. സെക്യൂരിറ്റി പ്രീമിയം 20,000. P&L അക്കൗണ്ട് 2,05,000. അതായത് സർപ്ലസ് 2,05,000. ഡിബെഞ്ചേഴ്സ് 5 ലക്ഷം. ഡിബെഞ്ചേഴ്സ് 5 ലക്ഷം. ഓക്കെ, അസറ്റ് സൈഡില് നോട്ട് റിക്വയർഡ്. അസറ്റ് സൈഡ് ആവശ്യമില്ല, നോട്ട് റിക്വയർഡ്. ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുത്തത് നോട്ട് റിക്വയർഡ്. On 1st April, company has made a final call for 2 rupees. Company has made a final call of 2 rupees and the call money was received. And the call money was received. And the call money was received. Thereafter, company issued bonus shares. Thereafter, company issued bonus shares at the rate of 1 share for every 4 shares held. 1 share for every 4 shares held. So, prepare journal entries and liability side of balance sheet. Prepare journal entry and liability side of the balance sheet right after bonus issue. Right after bonus issue.
റൈറ്റ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ. റൈറ്റ് ആഫ്റ്റർ ബോണസ് ഇഷ്യൂ. 90,000 ഷെയർസ് ഓഫ് 10 ഈച്ച്. അപ്പോ 7/20 8 അതിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ ഓൾറെഡി. ഇൻറ്റു 8. ഓക്കെ, ഞാൻ എന്താ അവിടെ സംഭവിക്കുന്നത്? നൗ നമ്മളുടെ കമ്പനിയുടെ കയ്യില് എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് എന്ന് പറയുന്നത്? 90,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച്. അപ്പൊ മൊത്തത്തിൽ 9 ലക്ഷമാണ് നമുക്ക് വരേണ്ടത്. ബട്ട് അവര് 8 റുപ്യയെ തന്നിട്ടുള്ളൂ. സോ 7/20 നമ്മൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളൂ. സോ 1,80,000 ഇനി ഫൈനൽ കോള് വിളിച്ച് 2 റുപ്യ വീതം കളക്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റത്തെ ഇൻസ്റ്റൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റത്തെ ജേണൽ എൻട്രി ഇതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം. കാരണം ബോണസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? പിരിച്ചെടുക്കാനുള്ള പൈസ മൊത്തം പിരിച്ചെടുത്തിട്ടേ പറ്റൂ. ഇതാണല്ലോ കണ്ടീഷൻ. നൗ രണ്ടാമത്തെ എൻട്രി എങ്ങനെയായിരിക്കും? അതായത് ബോണസ് ഇഷ്യൂ നമ്മൾ എവിടുന്ന് എടുക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോബ്ലം. അതിന് ഏതൊക്കെ ഫണ്ടുകളാണ് നമ്മളുടെ കൈവശം ഉള്ളത്? എത്രയാ? 1.60 ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം എത്രയാ? 20,000 ഉണ്ട്. പിന്നെ എത്ര? 2,05,000 ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. റീവാലുവേഷൻ റിസർവ് എന്താ? 35,000. നൗ നോക്കുക, റീവാലുവേഷൻ റിസർവ് ഈസ് ഫോർ എ പർപ്പസ്. റീവാലുവേഷൻ റിസർവ് എന്തുകൊണ്ട് വരുന്നതാണ്? ഏതെങ്കിലും ഒരു അസറ്റിനെ നമ്മൾ റീവാല്യൂ ചെയ്തത് കൊണ്ട് നമ്മൾ റിസർവിലേക്ക് മാറ്റുന്ന എമൗണ്ട് ആണ് റീവാലുവേഷൻ റിസർവ്. ഓക്കെ, ആ റീവാലുവേഷൻ റിസർവിനെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്താണ് റീവാലുവേഷൻ റിസർവ്? അസറ്റുകൾ റീവാല്യൂ ചെയ്യുമ്പോൾ നമ്മളൊരു എൻട്രി ഇടും. എന്താണത്? അതായത് മെഷീനറി അക്കൗണ്ടിനെ നമ്മൾ റീവാല്യൂ ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ടിന്റെ വാല്യൂ കൂടുക എന്ന് വിചാരിക്കുക. അത് പോകുന്നത് എങ്ങോട്ടായിരിക്കും? റീവാലുവേഷൻ റിസർവിലേക്കായിരിക്കും. അതുകൊണ്ടാണ് റീവാലുവേഷൻ റിസർവ് ഉണ്ടാവുന്നത്. സോ ഏറ്റവും അവസാനം ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രം ടച്ച് ചെയ്യാവുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ റീവാലുവേഷൻ റിസർവ്. ഓക്കെ, ദെൻ ഇത്രയും ഫണ്ടാണല്ലോ നമ്മളുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി ഇതാണല്ലോ നമ്മളുടെ രണ്ടാമത്തെ എൻട്രി. നമ്മൾ ഇനി എത്ര കൊടുക്കണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. എത്ര ഷെയർ കൊടുക്കുന്നുണ്ട്? നമ്മളുടെ കയ്യില് 90,000 ഷെയറുകളല്ലേ ഉള്ളത് ഇപ്പൊ നിലവിൽ. ഓക്കെ, ഇതിലെ ഓരോ 4 ഷെയറിനും 1 ഷെയർ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ 90,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 അല്ലേ. ഓക്കെ, നൗ ഇതെത്രയാ വരിക? 22,500. 22,500 ഷെയർ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. 22 ഷെയറിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാ? 10 റുപ്യാണ്. സോ 2,25,000 അല്ലേ അല്ലേ വരിക? ഒരു 0 കൂടി ഇട്ടാ മതി. ഓക്കെ, ഇത്രയും ഫണ്ടാണല്ലോ നമുക്ക് സ്വരൂപിക്കേണ്ടത്. ഈ സ്വരൂപിക്കാനുള്ള ഫണ്ടിൽ 1.60 ജനറൽ റിസർവിലില്ലേ, പ്ലസ് 20 സെക്യൂരിറ്റി പ്രീമിയത്തിലില്ലേ. അപ്പൊ 1.80 ആയോ? ബാക്കി 45 നമുക്ക് P&L നിന്ന് എടുത്താ പോരെ. ക്ലിയർ? ഈ എൻട്രി ഇട്ടാ തീർന്നു. ഫസ്റ്റ് നമ്മൾ ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ വിളിക്കുമ്പോൾ എന്താ എൻട്രി? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റലും ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ.
കിട്ടിയോ? ഇതുണ്ടാക്കിയോ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ്? ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. സ്വയം ചെയ്യാൻ നോക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയെ കയറൂല സാധനം. ഉം. ഉം, 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 ഉം. ഉം. 19 അല്ലേ? ഉം? ജയ് ഏ
ഇത്ര എമൗണ്ട് മതി നമുക്ക് ശരി ബാക്കി ബാക്കി ആവശ്യമില്ല. മതി. എൻട്രി കഴിഞ്ഞോ? എന്താ ലയബിലിറ്റി സൈഡ്? ലയബിലിറ്റി സൈഡ് എന്തായിരിക്കും? ഇവിടെ നോക്കുക. അതായത് സോനെ ഇവിടെ നോക്ക്. അതായത് നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, നിന്റെ ചേച്ചി, നിന്റെ അച്ഛന്റെ കയ്യില്, അച്ഛനാണ് ആര്? ജനറൽ റിസർവ്. ഓക്കെ. അമ്മയാണ് ഏത്? സെക്യൂരിറ്റി പ്രീമിയം. നിന്റെ ചേച്ചിയുടെ പേരാണ് P&L. ഓക്കെ. അച്ഛന്റെ കയ്യില് 1,60,60,000 രൂപ ഉണ്ട്. ചേച്ചി അമ്മയുടെ കയ്യിൽ 20,000 രൂപയുണ്ട്. ചേച്ചിയുടെ കയ്യിൽ 2,05,000 രൂപയുണ്ട്. ഓക്കെ. സോണയ്ക്ക് ഫീസ് അടക്കണം. ഓക്കെ. സോണയ്ക്ക് ഫീസ് അടക്കാൻ എത്ര രൂപ വേണ്ടേ? 2,25,000 രൂപ വേണ്ടത്. ഓക്കെ. സോണ ആദ്യം ചോദിക്കുക ആരോടാ? ഡാഡിനോട് ചോദിച്ചു. ഡാഡി പറഞ്ഞു എന്റെ അടുത്ത് അത്ര ഇല്ല കുട്ടിയെ, 1,60 ഉള്ളൂ, അപ്പൊ തൽക്കാലം നീ ഈ 1,60 എടുത്തോ. ഓക്കെ. അപ്പൊ ഡാഡി എത്ര തന്നു? 1,60 തന്നു. ഓക്കെ. ഇനി സോണയ്ക്ക് എത്ര വേണ്ടേ? 65,000 രൂപയും കൂടി അല്ലേ വേണ്ടേ? അപ്പോ അമ്മേനോട് ചോദിച്ചു. അമ്മ പറഞ്ഞു എന്റെ അടുത്ത് കുട്ടിയെ 20,000 രൂപയുള്ളൂ, അപ്പൊ അമ്മ 20,000 തന്നു. ഇനി സോണയ്ക്ക് എത്ര വേണ്ടേ? 45,000 ആണ് വേണ്ടത്. അപ്പോ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് ചേച്ചിനോട് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു എന്റെ ഉണ്ട്, നീ ഇപ്പൊ തൽക്കാലം എടുത്തോ എന്ന് പറഞ്ഞിട്ട് 45,000 രൂപയും തന്നു. ഇതിപ്പോ ആരൊക്കെ തന്നേ? ജനറൽ റിസർവ് തന്നു, സെക്യൂരിറ്റി പ്രീമിയം തന്നു, P&L തന്നു. ഓക്കെ. ഇവയൊക്കെ അങ്ങോട്ട് ഡെബിറ്റ് ചെയ്യാം. അപ്പൊ 45,000 എങ്ങനെ വന്നത് മനസ്സിലായോ? ഓക്കെ. നമ്മളുടെ പ്രോബ്ലം അവിടെ തീരുന്നില്ല. ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. തുടക്കത്തിൽ നമ്മളുടെ ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെ ഐറ്റം ആണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്? പ്രിഫറൻസ് ഷെയർ എത്ര എണ്ണ? എങ്ങനെയാണ് വാല്യൂ വരുന്നത്? അല്ലടാ, പ്രിഫറൻസ് ഷെയർ 8,000 എണ്ണം 10 ഈച്ച്, സോ 80,000. ദെൻ ഇക്വിറ്റി ഷെയർസ് ആദ്യം എത്രയായിരുന്നു? 90,000 ഇൻറ്റു 10 ഈച്ച് എന്ന് പറഞ്ഞു. അതിൽ 8 ആണ് പെയ്ഡപ്പ് എന്ന് പറഞ്ഞു. എന്നിട്ട് 7,20 അല്ലേ? പിന്നെ അല്ലല്ല, എടുത്തത് പോട്ടെ, ഞാൻ ആദ്യത്തെ കാര്യമാണ് ചോദിക്കുന്നത്. എടുക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ ഫൈൻ. എത്ര ജനറൽ റിസർവ് എത്രയായിരുന്നു ആദ്യം? 1,60 അല്ലേ? പിന്നെ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് 20,000 അല്ലേ? P&L എന്ന് പറയുന്നത് 2,05,000. ആൻഡ് റവന്യൂ റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നത് 35,000. വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? 5 ലക്ഷം അല്ലേ? ഡിബെഞ്ചേഴ്സ് 5 ലക്ഷം അല്ലേ? ഇവിടെ നോക്കുക. പ്രിഫറൻസ് ഷെയർസിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. പുതിയ, അതായത് ബോണസ് ഇഷ്യൂവിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് വരുമ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ല. സോ അതേ വാല്യൂ തന്നെ വരും. ഇക്വിറ്റി ഷെയർസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് 90,000 ഷെയർസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ.
ആ 90,000 ഷെയർസിനെ നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി ആദ്യം. അതായത് 90,000 ഇൻറ്റു 10 വന്നു, 9 ലക്ഷമായി. ഇതിന്റെ പുറമെ നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ ഇതെന്താ 90,000 ഇൻറ്റു 10. ഇതാദ്യം നമ്മൾ ഫുള്ള് കോള് വിളിച്ചെടുത്തു. ഇതിന് ശേഷം നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു അല്ലെ. എത്ര ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്? 1/4, അതായത് 22,500 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ അത് എത്ര വരിക? 22,500 ഇൻറ്റു 10. ഇത് രണ്ടും കൂട്ടുന്നതായിരിക്കില്ലേ പുതിയ ഇക്വിറ്റി ഷെയർസ്. അതായത് 9 ലക്ഷവും 2,25,000. 11,25,000. ആ ഓക്കെ, 11,25,000 ആയിരിക്കും എന്ത് പുതിയ ഇക്വിറ്റി ഷെയർസ്. ജനറൽ റിസർവ് നമ്മൾ മൊത്തമായി യൂട്ടിലൈസ് ചെയ്തില്ലേ. ഇനി ഇത് വരുമോ? നോ ജനറൽ റിസർവ്സ്. സെക്യൂരിറ്റി പ്രീമിയം വരുമോ? ഇല്ല. P&L വരുമോ? വരും. കാരണം 2,05,000 നിന്ന് നമ്മൾ ഉപയോഗിച്ചത് എത്രയാ? വെറും 45,000 യൂസ് ചെയ്തിട്ടുള്ളൂ. സോ 1,60,000 അല്ലേ? 1,60,000 രൂപ P&L വരും. ദെൻ റവന്യൂ റിസർവ് തൊട്ടിട്ടുണ്ടോ? ഇല്ല. 35,000 റവന്യൂ റിസർവ്. ഡിബെഞ്ചർ 5 ലക്ഷം. ഡിബെഞ്ചർ എന്തിനെങ്കിലും നമ്മൾ യൂസ് ചെയ്തോ? ഇല്ല. ഇത് ടോട്ടൽ ഇതാ നിങ്ങൾക്ക് ലയബിലിറ്റി സൈഡ് കിട്ടും. ദാറ്റ്സ് ഓൾ. ക്ലിയർ? മനസ്സിലായോ? ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ കിട്ടും. അസറ്റ് സൈഡ് നോട്ട് റിക്വയർഡ് എന്നല്ലേ പറഞ്ഞിരിക്കണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണ എന്താ? പ്രിപ്പയർ ദ ലയബിലിറ്റി സൈഡ് എന്ന് പറഞ്ഞിരിക്കണ്. ഓക്കെ, എഴുതുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കോംപ്ലക്സ് ആക്കാം. എന്താ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അയലിൽ വരുന്ന പ്രശ്നം. അത് വൈറ്റ് കൈ കൊടുത്താൽ ബ്ലാക്ക് വൈറ്റ് പറ്റുന്ന പ്രശ്നം വരില്ല. പക്ഷെ അതാ അങ്ങനെയാക്കുക. ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എഴുത്ത് മതിയാണ്. എഴുത്തിന്റെ കളറോ വേർഡ് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടിയാ കിട്ടും. കിട്ടേ? എല്ലാരും കഴിഞ്ഞോ? സോണ നീ മനസ്സിലായില്ല? ടോട്ടലി ഇതൊക്കെ മനസ്സിലായോ? മറ്റേ ക്ലാസ് ഒക്കെ ഉണ്ടോ വീഡിയോ? സ്വാഭാവികം. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പഠിപ്പിച്ചിട്ട്
എഴുതിക്കോ. Following is the balance sheet of. Okay. Same. അല്ല, following is the balance sheet of Preet Limited. Following is the balance sheet of Preet Limited. Okay. 12,000 preference shares of 10 each. 12,000 12,000 preference shares of 10 each. 12,000 preference shares of 10 each. 1,20,000. 1,20,000. 1,35,000 equity shares of 10 each. 1,35,000 equity shares of 10 each. 1,35,000 equity shares of 10 each. 15 ലക്ഷം, സോറി 10,80,000. ഓക്കെ, 8 പെയ്ഡ് അപ്പ്. 8 പെയ്ഡ് അപ്പ്. ആ 10,80. അത് ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ദെൻ ജനറൽ റിസർവ് 1,80,000. ജനറൽ റിസർവ് 1,80,000. 1,80. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 60,000. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 60,000. സെക്യൂരിറ്റി പ്രീമിയം 37,500. സെക്യൂരിറ്റി പ്രീമിയം 37,500. P&L 3 ലക്ഷം. P&L 3 ലക്ഷം. On April, company has made a final call of 2 rupees each. Company has made a final call of 2 rupees each. Company has made a final call of 2 rupees each. Entire call money is received. Entire call money is received. Thereafter, company issued bonus shares. Thereafter, company issued bonus shares at the rate of 1 share for every 4 shares held. 1 share for every 4 shares held. Prepare journal entry. Prepare journal entry. Prepare journal entry after bonus issue. Prepare journal entry after bonus issue. Balance sheet. See, sorry. Prepare journal entry and liability extract after bonus issue. After bonus issue. Next, 2 സൈഡും വരുന്നതായിരിക്കും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ആ വാർഡ്ലി പെയ്ഡ് ആണെങ്കിൽ വിളിച്ചെടുക്കണല്ലേ, പൈസയും കിട്ടുന്നുണ്ട്. പിന്നെന്താ.
ജനറൽ റിസർവും പി എൻ്റെ ഏറ്റവും അവസാനം. ഏതാ നോട്ട് ഇത്രക്കൊക്കെ കഴിഞ്ഞിക്കണു. Conciseness is a burden. എടുത്തിക്കോ. ബാലൻസ് ഷീറ്റ് മറ്റേ ലയബിലിറ്റി
ലയബിലിറ്റി സൈഡ് ആണോ? ടോട്ടലി ഡിബെഞ്ചേഴ്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ. കിട്ടിയോ? എത്ര കിട്ടി? ആണോ? കിട്ടിയടാ? ഏതാ പോയി? പ്രിഫറൻസ് ഷെയർസ് എത്രടാ? 1.20. ഇക്വിറ്റി ആ ആ പിന്നെ ആ ഇവിടെ കുറച്ചില്ല. ടോട്ടലി അല്ലേ? 13,50,000 എഴുതത്ത് കൂട്ടിയത് തെറ്റിക്കണു. 1,35,000 പ്ലസ് എത്ര ഷെയറാ? ഷെയർ 33,750 ഇൻറ്റു 10 16,87,500. ഇനി ടോട്ടലി
കിട്ടിയില്ല.